ലോകത്ത് ഒട്ടനവധി തരത്തിലുള്ള വിസ്കികൾ ഉണ്ടെങ്കിലും ക്വാളിറ്റിയിലും ടേസ്റ്റിലും ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒന്നാണ് അമേരിക്കൻ ബർബൺ വിസ്കികൾ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 200 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതും 7 തലമുറകളിലൂടെ കൈമാറി 200ഓളം രാജ്യങ്ങളിൽ വിതരണ ശൃംഖലയുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന അമേരിക്കൻ ബർബൺ വിസ്കിയായ ജിം ബീം വിസ്കിയെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ആദ്യമേ പറയട്ടെ, മദ്യപാനം കരൾ സംബന്ധമായ രോഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധം താറുമാറാവാനും സാധ്യതയുണ്ട്. മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക, രാജ്യത്തെ നിയമവ്യവസ്ഥകൾ പാലിക്കുക എന്നിവ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാ തരത്തിലുള്ള വിസ്കികളും നിർമ്മിക്കുന്നത് ധാന്യത്തിലാണ്. എന്നാൽ അമേരിക്കൻ ബർബൺ വിസ്കികൾ നിർമ്മിക്കുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇത് അമേരിക്കയിൽ തന്നെ നിർമ്മിക്കണം എന്നുള്ളതാണ്. നിർമ്മിക്കുന്നതിന് ആവശ്യമായ ധാന്യങ്ങളിൽ 51% കൂടുതൽ ചോളം ഉണ്ടായിരിക്കണം. ഇതുകൂടാതെ 2 വർഷമോ അതിൽ കൂടുതലോ അമേരിക്കൻ ഓക്ക് ബാരലിൽ സൂക്ഷിച്ചതിന് ശേഷം മാത്രമേ ബോട്ടിൽ ചെയ്യാൻ പാടുള്ളൂ. ക്വാളിറ്റി നിലനിർത്തുന്നതിനായി വാറ്റിയതിനു ശേഷം വെള്ളമല്ലാതെ മറ്റ് കെമിക്കലുകളോ സുഗന്ധദ്രവ്യങ്ങളോ ചേർക്കാൻ പാടുള്ളതല്ല. ആൽക്കഹോൾ പെർസെൻറ്റേജ് 40% ആയിരിക്കണം. കാലപ്പഴക്കത്തിനായി സൂക്ഷിക്കുന്ന ഓക്ക് ബാരലുകൾ പുതിയതും ഉൾവശം കരിച്ചതും ആയിരിക്കണം. അമേരിക്കൻ വിസ്കികളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് ടെന്നസി വിസ്കിയും കെൻറ്റഗൻ ബർബൺ വിസ്കിയുമാണ്. അമേരിക്കയിലെ ടെന്നസി സ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന വിസ്കികളെ ടെന്നസി വിസ്കി എന്നും കെൻറ്റക്കി സ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന വിസ്കികളെ ബർബൺ കെൻറ്റക്കി വിസ്കികൾ എന്നും അറിയപ്പെടുന്നു. ടെന്നസി വിസ്കികളിൽ ഏറ്റവും പ്രശസ്തമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ജാക്ക് ഡാനിയൽസ്. ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്തതുകൊണ്ട് ഇവിടെ വിശദമായി പ്രതിപാദിക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് ഐ ബട്ടണിൽ ലഭിക്കുന്നതാണ്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ മദ്യനിർമ്മാണശാലകളുള്ള ഒരു സ്റ്റേറ്റാണ് കെൻറ്റക്കി. ഇതുകൂടാതെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളിൽ ഒന്നായ KFCയുടെ തുടക്കവും കെൻറ്റക്കിയിൽ നിന്നാണ്. ഇനി നമുക്ക് കെൻറ്റക്കി ബർബൺ വിസ്കിയായ ജിം ബീമിനെ ഒന്ന് പരിചയപ്പെടാം. 1740കളിൽ ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു കർഷക കുടുംബമാണ് ബോം കുടുംബം. വർഷങ്ങളോളം അമേരിക്കയിൽ നിൽക്കുന്നതിനിടയിൽ ഒട്ടനവധി കൃഷിയിടങ്ങൾ സ്വന്തമാക്കുകയും തങ്ങളുടെ കുടുംബപ്പേര് ബീം എന്നാക്കി മാറ്റുകയും ചെയ്യുന്നു. കൂടുതൽ കൃഷിസ്ഥലം കൈവശം വന്നതോടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇതിൽ കൂടുതലും കൃഷി ചെയ്തിരുന്നത് ചോളമായിരുന്നു. തങ്ങളുടെ ആവശ്യവും വിൽപ്പനയും കഴിഞ്ഞ് ബാക്കി വരുന്ന ചോളത്തെ ഒരു പ്രത്യേക തരത്തിൽ വാറ്റിയെടുത്ത് കോൺ വിസ്കികൾ നിർമ്മിക്കുക ഒരു പതിവായിരുന്നു. ജേക്കബ് ബീം കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ കണ്ണെത്താ ദൂരത്തോളമുള്ള ചോളപ്പാടവും അച്ഛൻ നിർമ്മിക്കുന്ന കോൺ വിസ്കിയും കണ്ടു വളർന്നവൻ. തങ്ങളുടെ പാടത്ത് കഷ്ടപ്പെട്ടു വിളയിക്കുന്ന ചോളത്തിന് ലഭിക്കുന്ന വിലക്കുറവും
പിതാവ് നിർമ്മിക്കുന്ന കോൺ വിസ്കിയുടെ മേന്മയെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ സംസാരവും തുച്ഛമായ വില ലഭിക്കുന്ന ചോളത്തെ എങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വിസ്കിയാക്കി മാറ്റാം എന്നുള്ളതായിരുന്നു ജേക്കബ് ബീമിൻ്റെ ചിന്തകൾ എല്ലാം തന്നെ. അങ്ങനെ 1795 തൻ്റെ പിതാവിൻ്റെ കോൺ വിസ്കിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രാദേശിക അടിസ്ഥാനത്തിൽ തുടങ്ങിയ ഒരു വിസ്കി കമ്പനിയാണ് ജിം ബീം. തുടക്കകാലത്ത് ഇതിൻ്റെ പേര് ഓൾഡ് ജേക്ക് ബീം സോർമാഷ് എന്നായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ചെറുതും വലുതുമായ 2000-ഓളം മദ്യനിർമ്മാണശാലകൾ പ്രവർത്തിച്ചിരുന്നു. ഗുണമേന്മ കൊണ്ടും വ്യത്യസ്ത ടേസ്റ്റ് കൊണ്ടും ജേക്കബ് ബീമിൻ്റെ വിസ്കി പെട്ടെന്നു തന്നെ പ്രശസ്തമായി. ബോട്ടിലിംഗ് സമ്പ്രദായം നിലവിലില്ലാത്ത ആ കാലത്ത് വിസ്കി ആവശ്യമുള്ളവർ കേനുകളിലോ ജഗ്ഗുകളിലോ ഓക്കു ബാരലുകളിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുകയായിരുന്നു പതിവ്. 1820-കളിൽ ജേക്കബ് ബീമിൻ്റെ മകനായ ഡേവിഡ് ബീമാണ് ഓക്കു ബാരലിൽ നിന്ന് വിതരണം നടത്തുന്നതിൽ ഒരു മാറ്റം വരുത്തിയത്. ഇതിനായി അദ്ദേഹം കോളം സ്റ്റില്ലുകൾ വികസിപ്പിച്ചെടുക്കുകയും ഇത്തരത്തിലുള്ള വിസ്കികൾക്ക് ഓൾഡ് ടാബ് എന്ന് പേരും നൽകുന്നു. വിസ്കിയുടെ ഗുണമേന്മ കൊണ്ട് കമ്പനി ഓരോ ദിവസം കൂടുന്തോറും വളർന്നു വരികയും വിസ്കി നിർമ്മാണത്തിൻ്റെ അളവുകൾ കൂടി വരുന്ന സമയത്താണ്, അതായത് 1920 കാലഘട്ടത്തിൽ ഇടുത്തി പോലെ അമേരിക്കയിൽ മദ്യനിരോധനം വരുന്നത്. ഇതോടെ അമേരിക്കയിലുള്ള ഒട്ടനവധി മദ്യശാലകൾ അടച്ചുപൂട്ടുകയും ചിലത് നിർമ്മാണം നിർത്തിവെക്കുകയും ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ ജിം ബീം കമ്പനിയുടെ ചുമതലക്കാരനായ ജിം ബീമിൻ്റെ ചെറുമകൻ ജെയിംസ് ബ്യൂറോഗാർഡ് എന്ന ജിം ബീം കമ്പനിയെ വിൽക്കുകയും 1933 ശേഷം അമേരിക്കയിൽ മദ്യനിരോധനം പിൻവലിച്ചതിന് ശേഷം 120 ദിവസം കൊണ്ട് പുതിയ മദ്യനിർമ്മാണശാല ആരംഭിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഈ കമ്പനിക്ക് തൻ്റെ പേരിൻ്റെ ചുരുക്കപ്പേരായ ജിം ബീം എന്ന് പേരും നൽകുന്നു. ഇനി നമുക്ക് അമേരിക്കൻ കെൻറ്റക്കി സ്റ്റേറ്റ് ബർബൺ വിസ്കിയായ ജിം ബീമിനെ ഒന്ന് പരിചയപ്പെടാം. മറ്റ് അമേരിക്കൻ ബർബൺ വിസ്കികൾ എല്ലാം തന്നെ 51% ചോളം ഉപയോഗിക്കുമ്പോൾ ജിം ബീമിൽ 52% ചോളം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ബർബൺ വിസ്കികൾ എല്ലാം തന്നെ 2 വർഷം ഓക്കു ബാരലിൽ സൂക്ഷിക്കുമ്പോൾ ജിം ബീം കുറഞ്ഞത് 4 വർഷമോ അതിൽ കൂടുതലോ ആണ് പുതിയ ഉൾവശം കരിച്ച ഓക്കു ബാരലിൽ സൂക്ഷിക്കുന്നത്. വാറ്റിയതിനു ശേഷം വെള്ളമല്ലാതെ മറ്റൊരു തരത്തിലുള്ള കെമിക്കലുകളോ സുഗന്ധദ്രവ്യങ്ങളോ ചേർക്കാത്ത ജിം ബീം വളരെ മൃദുവും ടേസ്റ്റിയുമാണ്. ഇനി നമുക്ക് ജിം ബീമിൻ്റെ ബോട്ടിലിനെ ഒന്ന് പരിചയപ്പെടാം. അമേരിക്കയിൽ നിർമ്മിക്കുന്ന മറ്റ് മദ്യ ബോട്ടിലുകളെ പോലെ തന്നെ ഏകദേശം സ്ക്വയർ ആയിട്ടുള്ള ഒരു മനോഹരമായ ബോട്ടിലിലാണ് നിറച്ചു വരുന്നത്. ബോട്ടിലിൻ്റെ ഏറ്റവും മുകളിലായി കമ്പനി തുടങ്ങിയ വർഷം ബോട്ടിലിന് മുകളിൽ തന്നെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായി വളരെ മനോഹരമായ ചെറിയ ഒരു ആർച്ച് രൂപത്തിൽ ജിം ബീം എന്നും എഴുതിയിട്ടുണ്ട്. ആരുടെയും കണ്ണിൽ പെട്ടെന്ന് പതിക്കുന്ന രീതിയിൽ സ്വർണ്ണ നിറത്തിൽ ബി എന്ന ലോഹവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനു താഴെയായി അല്പം വലുപ്പത്തിൽ കെൻറ്റക്കി സ്റ്റേറ്റ്
ബർബൺ വിസ്കി എന്നും രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിന് താഴെയായി 7ാം തലമുറയിലെ ഡിസ്റ്റിലറായ കോളൻ ജെയിംസ് എം ബീമിൻ്റെ സിഗ്നേച്ചറും നിങ്ങൾക്ക് കാണാവുന്നതാണ്. താഴെയായി 1 ലിറ്റർ എന്നും അതിൻ്റെ ആൽക്കഹോൾ പെർസെൻറ്റേജും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബോട്ടിലിൻ്റെ മറുവശം നോക്കിയാൽ ഓരോ കാലഘട്ടങ്ങളിലായി ജിം ബീമിനെ നയിച്ചവരുടെ ചിത്രവും പേരും അവരുടെ കാലഘട്ടം വർഷ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ജിം ബീം എങ്ങനെയാണ് കുടിക്കേണ്ടത് എന്ന് നോക്കാം. ഐസ് ക്യൂബ് ചേർത്ത് കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു വിസ്കിയാണ് ജിം ബീം. കുടിക്കുന്നതിന് മുമ്പ് വെള്ളമൊഴിക്കാതെ അല്പം നാവിൽ രുചിച്ചു നോക്കിയതിന് ശേഷം കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. എന്നു കരുതി വെള്ളമൊഴിക്കാതെ ഒരു കാരണവശാലും ജിം ബീം കുടിക്കാൻ പാടുള്ളതല്ല. ഇത് അല്പം ഹാർഡായതുകൊണ്ട് തൊണ്ട പൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ ആളുകളും മദ്യം കുടിക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളമൊഴിച്ച് കുടിക്കാറുണ്ട്. ഇതിന് അവർ പറയുന്ന കാരണം വെള്ളം കൂടുതൽ ഒഴിച്ചാൽ കരളിന് കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. എന്നാൽ വില കുറഞ്ഞ ചില ചാത്തൻ മദ്യങ്ങൾ കുടിക്കുമ്പോൾ അതിൻ്റെ കുത്തൽ മാറ്റുന്നതിനായി കൂടുതൽ വെള്ളമൊഴിക്കുന്നത് നല്ലതാണ്. എന്നാൽ ജിം ബീം പോലുള്ള വില കൂടിയ ക്വാളിറ്റിയുള്ള മദ്യങ്ങൾ കൂടുതൽ വെള്ളമൊഴിച്ച് കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എത്രയാണോ വിസ്കി ഒഴിക്കുന്നത് അത്രമാത്രം വെള്ളമൊഴിച്ച് കുടിക്കുന്നതാവും നല്ലത്. അതുമല്ലെങ്കിൽ ഐസ് ക്യൂബിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സാധാരണ നാട്ടിൽ നിന്ന് നാടൻ ഇളനീരിലാണ് ഞാൻ മദ്യം കുടിച്ചു നോക്കാറ്. എന്നാൽ അതിലും ടേസ്റ്റ് എനിക്ക് തോന്നിയത് ചരൽപ്പറമ്പിൽ വളരുന്ന തേങ്ങാ വെള്ളത്തിലാണ്. ചരൽപ്പറമ്പിലുള്ള തെങ്ങിലുള്ള തേങ്ങയിൽ അല്പം മാത്രമേ വെള്ളമുണ്ടാകൂ. ഇതിനാവട്ടെ നല്ല മധുരവുമാണ്. ഇത് ജിം ബീമിൽ ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു വേറെ ലെവലായിട്ടാണ് മക്കളെ എനിക്ക് അനുഭവപ്പെട്ടത്. തേങ്ങാ വെള്ളത്തിൻ്റെ ആ മധുരവും സൂരും ജിം ബീമിൻ്റെ മൃദുവായിട്ടുള്ള ആ പ്രത്യേക ടേസ്റ്റും കൂടി ചേരുമ്പോൾ മറ്റൊരു ലോകത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഇത് നിങ്ങൾക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. 7 തലമുറകളിലൂടെ കടന്നു വന്ന് ലോകത്തിലെ മികച്ച വിസ്കിയായ ജിം ബീമിനെ ഇന്ന് നയിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മദ്യനിർമ്മാതാക്കളായ ജപ്പാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബീം സന്തൂരി ലോജിസ്റ്റിക് ആണ്. നിർമ്മാണത്തിലോ ക്വാളിറ്റിയിലോ ഒരു മാറ്റവും വരുത്താതെ ലോകത്തിൻ്റെ നിറുകയിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്നു ജിം ബീം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം. നന്ദി, നമസ്കാരം.